ഇന്നത്തെ ഈ യാത്ര എവിടേക്കാണ് നിങ്ങൾക്ക് കാണണ്ടേ? ജസ്റ്റ് വെയിറ്റ് ചെയ്തോളി. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പൂവാർ ബീച്ചിലാണ്. ഇവിടെയാണ് നമ്മൾ ബൈക്കിനെ കൊണ്ട് പാർക്ക് ചെയ്തത്. തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് പോപ്കോണും പാനിപ്പൂരിയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഇതാ കുറേ പേര് തിരിച്ചു പറഞ്ഞുണ്ട്. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണെന്ന് പോയത്. വീട്ടിൽ ഇരുന്ന സമയം പോകാതെ ക്രിസ്മസ് ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങോട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ പോണതിൽ തന്നെയാണ് നമുക്ക് ആറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹോട്ടലും റിസോർട്ടും കാര്യങ്ങളെല്ലാം കാണും. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും കടൽ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും കടലിലോട്ട് ഇറക്കണില്ല. നേരെ ആറ്റിൻ്റെ സൈഡിലാണ് ഇന്ന് ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആറ്റിൻ്റെ കരയിലോട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നെല്ലിക്കയും മാങ്ങയും ഉപ്പിലിട്ട് നല്ല സെറ്റാക്കി ചേട്ടന്മാർ കടയിൽ വെച്ചിട്ടുണ്ട്. നല്ലൊരു മാങ്ങയും വാങ്ങിച്ച് നേരെ കാല് കൊണ്ട് ആറ്റിൻ്റെ കരയിൽ വെള്ളം നനയ്ക്കാൻ കൊണ്ടുപോയി. കാല് നനഞ്ഞില്ലെങ്കിൽ ഷൂ നനഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഷൂ നനച്ച് കടപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ടീം സെറ്റായിട്ട് ട്രാക്ടറിലാണ് സൗണ്ട്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കളിച്ച് അങ്ങനെ അവർ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് ക്രിസ്മസിൻ്റെത്. അതും കണ്ട് അങ്ങനെ ഒരേ നിൽപ്പ് അന്തസ് വേറെ ലെവലായിരുന്നു. എല്ലാവരും ഒരേപോലെ കോൾ ഡ്രസ്സൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആണ് ഇപ്പം പൂവാറ് ബീച്ചിലുള്ളത്. എലിഫൻ്റ് റോക്ക് നല്ലപോലെ കാണാൻ പറ്റും. നമ്മൾ റിസോർട്ടൊക്കെ കണ്ടിട്ട് വീണ്ടും ഞാൻ അവരുടെ സ്ഥലത്തോട്ട് തന്നെയാണ് പോണത്. ചേരാൻ നിങ്ങളത് കണ്ടോളി. കടപ്പുറത്തിൻ്റെ ഒരു കോണിൽ ഒരു ഇരിപ്പ് പിടിച്ച് അവിടെ വന്ന ഒരു ടീം ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങി. പറഞ്ഞാൽ ഗാർഡ് ഒന്ന് അകത്തോട്ട് കയറ്റിയെങ്കിലും ഞാൻ വീണ്ടും ഇരുന്ന് തിരയെണ്ണിക്കൊണ്ടിരുന്നു. ആരോ പറഞ്ഞ് വിഷമം വന്ന കടപ്പുറത്തുനിന്ന് കടലിനെ നോക്കിയിരുന്ന വിഷമം തീരുമെന്ന്. ഇരുന്നപ്പം നല്ല സുഖമായിരുന്നു. പക്ഷെ ആലോചിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അതിനൊരു അന്തവും കുന്തവും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ പ്രശ്നങ്ങൾ കൂടുതലായിട്ടേ തോന്നുന്നുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല. മൂട്ടിലെ മണലും തട്ടിക്കളഞ്ഞ് ഞാൻ എങ്ങനെയിട്ട് ഇനി അടുത്ത് വീട്ടിലോട്ടുള്ള യാത്രയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി നൈറ്റ് ഒരു യാത്രയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് നിറയെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന നിറയെ ടീംസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.